Hi all, welcome to Wings to Win Education. Expansion path. What is expansion path? As financial resources of a firm increases, it would like to increase its output. റിസോഴ്സസ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫേം അതിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സസിനെ ഇൻക്രീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വർദ്ധിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യും. The output can only be increased if there is no increase in the cost of the factors. അവിടെ കോസ്റ്റ് ഓഫ് ദി ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്തിട്ടില്ലെങ്കിലാണ് എന്ത് സംഭവിക്കുകയുള്ളൂ? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുള്ളൂ. In other words, the level of output of a firm increases with increase in its financial resources. ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്തിൻ്റെ കൂടെ ഇൻക്രീസ് ചെയ്യും? ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി ആ ഫേമിൻ്റെ അല്ലെങ്കിൽ ഇക്കോണമിയുടെ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യും. By using different combinations of factors, a firm can produce different levels of output. Different combinations യൂസ് ചെയ്തിട്ട് different levels of output ഒരു ഫേമിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. Which of the optimum combinations of factors will be used by the firm is known as expansion path. അപ്പം which of the optimum combinations എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ലൈന് അല്ലെങ്കിൽ ഐസോകോസ്റ്റ് ലൈനും അതുപോലെ തന്നെ ഐസോകോണ്ടും കൂടെ ടാൻജൻറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒപ്റ്റിമം കോമ്പിനേഷൻസ് സംഭവിക്കുന്നത്. ഈ ഒപ്റ്റിമം കോമ്പിനേഷൻസിനെ എല്ലാം ജോയിൻ ചെയ്ത് വരച്ചാൽ നമുക്ക് എക്സ്പാൻഷൻ പാത്ത് കിട്ടും. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്കെയിൽ ലൈൻ. എക്സ്പാൻഷൻ പാത്തിൻ്റെ മറ്റൊരു പേരാണ് സ്കെയിൽ ലൈൻ. എക്സ്പാൻഷൻ പാത്ത് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫിഗർ. ഈ പറയുന്ന ഫിഗറിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യാനാവും? എക്സ്പാൻഷൻ പാത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാവും. ഇവിടെ എക്സ് ആക്സിസിൽ ലേബർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ടും വൈ ആക്സിസിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം എ ബി എന്ന് പറയുന്നത് ഒരു ഐസോകോസ്റ്റ് ലൈൻ ആണ്. സി ഡി എന്ന് പറയുന്ന ഒരു ഐസോകോസ്റ്റ് ലൈൻ ഉണ്ട്. ജി എച്ച് എന്ന് പറയുന്ന മറ്റൊരു ഐസോകോസ്റ്റ് ലൈൻ ഉണ്ട്. എ ബി എന്ന് പറയുന്ന ഐസോകോസ്റ്റ് ലൈന് IQ അല്ലെങ്കിൽ 100 ഔട്ട്പുട്ട് തരുന്ന ഐസോകോണിനെ ഇ എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജന്റ് ചെയ്യുന്നു. അതാണ് എന്ത്? നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ ഒപ്റ്റിമം കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ദെൻ E1 എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ട് അല്ലേ? സി ഡി എന്ന് പറയുന്ന ഐസോകോസ്റ്റ് ലൈൻ IQ1 അല്ലെങ്കിൽ 200 തരുന്ന ഐസോകോണ്ട് കർവിനെ E1 എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജന്റ് ചെയ്യുന്നു. ഒരു ന്യൂ ഇക്വിലിബ്രിയം ഉണ്ടാവുന്നു. വീണ്ടും ഇതേ പ്രോസസ്സിലൂടെ E2 എന്ന് പറയുന്ന പുതിയൊരു ഹയർ ഇക്വിലിബ്രിയം സംഭവിക്കുന്നു. ഇവിടെ 3 ഇക്വിലിബ്രിയം പോയിന്റ്സ് കണ്ടു. ഈ 3 ഇക്വിലിബ്രിയം പോയിന്റ്സിനെയും കൂടെ ജോയിൻ ചെയ്തിട്ട് PP എന്ന് പറയുന്ന ഒരു ലൈന് നമുക്ക് കിട്ടി. ഈ PP എന്ന് പറയുന്ന ലൈനിനെയാണ് നമ്മൾ എക്സ്പാൻഷൻ പാത്ത് അല്ലെങ്കിൽ സ്കെയിൽ ലൈൻ എന്ന് പറയുന്നത്. On OX axis, units of labor and OY axis, units of capital are given. The initial isocost line of the firm is AB. It is tangent to IQ at point D, which is the initial equilibrium of the firm. Supposing the cost per unit of labor and capital remains unchanged and the financial resources of the firm increases. നമ്മുടെ AB എന്ന് പറയുന്ന ഐസോകോസ്റ്റ് ലൈന് സി ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? അവിടെ പ്രൈസ് സെയിം ആണ്, പക്ഷെ ഫേമിന്റെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇൻക്രീസ് ചെയ്തത് കാരണമാണ് സി ഡി ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. As a result, firm's new isocost line shift to the right as CD. New isocost line CD will parallel to the initial isocost line. അല്ലെ, എ ബി എന്ന് പറയുന്ന ഐസോകോസ്റ്റ് ലൈനിന് പാരലൽ ആയിട്ട് തന്നെയാണ് സി ഡിയും, സി ഡിക്ക് പാരലൽ ആയിട്ടാണ് ജി എച്ചും ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. സി ഡി ടച്ചസ് IQ1 at point E1, which will constitute the new equilibrium point. Expansion path can be explained with the help of figure. On OX axis, units of labor and OY axis, units of capital are given. ഇതാണ് എന്ത്? നമ്മുടെ എക്സ്പാൻഷൻ പാത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതിനെ ജോയിൻ ചെയ്യിപ്പിക്കും. ഈ എല്ലാ ഇക്വിലിബ്രിയം പോയിന്റ്സിനെയും ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്പാൻഷൻ പാത്ത് കിട്ടും. If the financial resources of the firm increases but cost of the factors remaining the same,
the new isocos line will be GH. It will be tangent to isocon curve IQ at point E2, which will be the new equilibrium point of the frame. By joining together equilibrium points E1 and E2, one gets a line called scale line or expansion path. It is because a frame expands its output or scale of production in conformity with this line. അതായത് ഈ നമ്മൾ പറഞ്ഞ പോലെ ഈ ഇക്വിലിബ്രിയം പോയിന്റ്സിനെ 3 ഇക്വിലിബ്രിയം പോയിന്റ്സിനെ യോജിപ്പിച്ച് പി എന്ന് പറയുന്ന ലൈൻ വരച്ചു. ആ ലൈനാണ് ഇത് നമ്മുടെ എക്സ്പാൻഷൻ പാത്ത് അല്ലെങ്കിൽ സ്കൈൽ ലൈൻ എന്നറിയപ്പെടുന്നത്. ഇതിന് എക്സ്പാൻഷൻ പാത്ത് അല്ലെങ്കിൽ സ്കൈൽ ലൈൻ എന്നൊക്കെ അറിയപ്പെടുന്നതിനുള്ള കാരണം എന്താണ്? ഇവിടെ എക്സ്പാൻഷൻ ഔട്ട്പുട്ടിൽ എക്സ്പാൻഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ. ഫേമിന്റെ റിസോഴ്സസിനെ ഇൻക്രീസ് ചെയ്ത സമയത്ത് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫേമിന്റെ ഔട്ട്പുട്ടിൽ ഇൻക്രീസ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എക്സ്പാൻഷൻ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എക്സ്പാൻഷൻ പാത്ത് എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഫേമിനെ സംബന്ധിച്ച് അതിന്റെ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? എക്സ്പാൻഷൻ പാത്ത് അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, സ്കൈൽ ലൈൻ എന്ന് പറയുന്നത്. റിഡ്ജ് ലൈൻസ്. വാട്ട് ഈസ് റിഡ്ജ് ലൈൻ? One knows from the isocon curves the extent to which production should be carried out. ഏത് എക്സ്റ്റെൻറ്റ് വരെ പ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഇൻഫോർമേഷൻ തരുന്ന ഒരു ലൈനാണ് റിഡ്ജ് ലൈൻ എന്ന് പറയുന്നത്. ലൈൻസ് വിച്ച് റെപ്രസെൻറ്റ് ദി ലിമിറ്റ്സ് ഓഫ് ദി ഇക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ ആർ കോൾഡ് റിഡ്ജ് ലൈൻസ്. റിഡ്ജ് ലൈന് ഇക്കണോമിക് റീജിയനെയും നോൺ ഇക്കണോമിക് റീജിയനെയും കുറിച്ച് അല്ലെങ്കിൽ ഇക്കണോമിക് റീജിയനെയും നോൺ ഇക്കണോമിക് റീജിയനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനാണ് റിഡ്ജ് ലൈൻ. റിഡ്ജ് ലൈൻസ് ജോയിൻ ദോസ് പോയിന്റ്സ് ഓൺ ഡിഫറെൻറ്റ് ഐസോകോൺ കർവ്സ് വിച്ച് ഡിറ്റർമിൻ ദി ഇക്കണോമിക് ലിമിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇക്കണോമിക് ലിമിറ്റ്സ്, ഒരു പ്രൊഡക്ഷൻ്റെ ഇക്കണോമിക് ലിമിറ്റ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഇക്കണോമിക് ലിമിറ്റ്സിലൂടെ കടന്നു പോകുന്ന ലൈൻസാണ് റിഡ്ജ് ലൈൻസ്. ദി ഇമ്പോർട്ടൻസ് ഓഫ് റിഡ്ജ് ലൈൻസ് ഈസ് എക്സ്പ്ലൈൻഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫിഗർ. ഒരു ഫിഗറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? റിഡ്ജ് ലൈനിനെ ഏറ്റവും കാര്യക്ഷമമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. Isocon curves at point A and D, B and E and C and F begin to recede from each axis. The segments above or below these points A, B, C and D, E, F, one gets OL and OR lines. OR and OL lines are called റിഡ്ജ് ലൈൻസ്. അതായത് നമ്മൾ ഈ ഫിഗറിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ IP1 എന്ന് പറയുന്ന ഒരു ഐസോകോണ്ട് ഉണ്ട്, IP2 എന്ന് പറയുന്ന ഒരു ഐസോകോണ്ട് ഉണ്ട്, IP3 എന്ന് പറയുന്ന മറ്റൊരു ഐസോകോണ്ട് ഉണ്ട്. ഇനി ഇവിടെ DEF എന്ന് പറയുന്ന 3 പോയിന്റ്സ് ഉണ്ട്. ഇവിടെ AB എന്ന് പറയുന്ന പോയിന്റ്സും കാണിക്കുന്നുണ്ട്. ഇത് OR എന്ന് പറയുന്നത് ഒരു റിഡ്ജ് ലൈനാണ്, OL എന്ന് പറയുന്നത് മറ്റൊരു റിഡ്ജ് ലൈനാണ്. ഇങ്ങനെ ഈ DEF എന്ന് പറയുന്ന 3 പോയിന്റ്സിനെ യോജിപ്പിച്ച് 3 പോയിന്റ്സിലൂടെ വരയ്ക്കുന്നതാണ് OR എന്ന് പറയുന്ന റിഡ്ജ് ലൈൻ. ഇനി AB എന്ന് പറയുന്ന ഈ പോയിന്റിലൂടെ വരയ്ക്കുന്നതാണ് OL എന്ന് പറയുന്ന മറ്റൊരു റിഡ്ജ് ലൈൻ. This ridge line shows the economic limits for the firm to produce only in those segments of the isocon which lie between the ridge line. It can be explained with the help of an example. അതായത് നമുക്ക് ഈ റിഡ്ജ് ലൈനിനകത്തുള്ള ഏരിയയാണ് എക്കണോമിക് ഏരിയ, എക്കണോമിക് റീജിയൻ എന്ന് പറയുന്നത്. ഈ എക്കണോമിക് റീജിയൻ OR ലൈനിനകത്തും OR ആൻഡ് OL ലൈനിനകത്തുള്ള ഈ ഏരിയയാണ് എക്കണോമിക് റീജിയൻ എന്ന് പറയുന്നത്. ഈ റീജിയനാണ് പ്രൊഡക്ഷന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫേം അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എപ്പോഴും പ്രൊഡക്ഷൻ നടത്തേണ്ട ഏരിയയാണ് ഈ റിഡ്ജ് ലൈൻസ് കാണിക്കുന്നത്. ORനകത്തും OLനകത്തും മാത്രമേ, അല്ലെങ്കിൽ മാക്സിമം OR വരെയും OL വരെയും എന്ത് ചെയ്യാനാവും? പ്രൊഡക്ഷൻ നടത്താനാവും. ഈ ORനപ്പുറത്തേക്കും OLനിപ്പുറത്തേക്കും എന്ത് ചെയ്യാനാവില്ല? പ്രൊഡക്ഷൻ നടത്താനാവില്ല. എക്കണോമിക്കലി അതെന്താണ്? ഇൻഎഫിഷ്യൻ്റ് ആണ്. അതാണ് ഈ ഒരു ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. In figure, combinations of OL3 units of labor and ON3 units of land can produce 60 quintals of wheat. ON3 amount of land is the minimum required to produce 6 quintals of wheat. അതായത് 60 quintals of wheat പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ OL3 എമൗണ്ട് ഓഫ് ലേബറും ON3 എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ലാൻഡും മതി. OL3 എമൗണ്ട് ഓഫ് ലേബറും
ON3 എമൗണ്ട് ഓഫ് ലാൻഡും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനാവും? 16 ക്വിൻ്റൽസ് ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ വീറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. മിനിമം എത്ര മതി? L3യും N3യും മതി. While using ON3 amount of land at point C, if more than OL3 units of labor are used, total output will be less than 60 quintals of wheat. It means beyond OL3 units of labor, their marginal productivity will become negative, causing total output to be less than 60 quintals. In other words, after OL3, marginal productivity of labor will be 0. അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ബി എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ 60 ക്വിൻ്റൽസ് ഓഫ് വീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് പ്രൊഡക്ഷൻ നടത്തിയാലും നമുക്ക് എത്ര തന്നെ ഈ സി എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും സെയിം ഐസോകോണ്ടിലാണ്. അത് ദാറ്റ് മീൻസ് ബി ആൻഡ് സി ഗിവ്സ് സെയിം ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓർ പ്രോഡക്റ്റ്. അതുകൊണ്ട് ബി എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊഡക്ഷൻ നടത്തിയാലും സി എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊഡക്ഷൻ നടത്തിയാലും 60 ക്വിൻ്റൽസ് ഓഫ് വീറ്റ് നമുക്ക് ലഭ്യമാവും. പക്ഷേ ബി എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത്? മോർ ദാൻ L3 വേണം അല്ലേ? L3നേക്കാൾ കൂടുതൽ ലേബർ ആവശ്യമാണ്. ഇറ്റ് നീഡ്സ് മോർ ആൻഡ് മോർ ലേബർ ആൻഡ് മോർ ലാൻഡ് ദാൻ ബിഫോർ. അതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്നത് എന്താണ്? വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ആണ്. L3 to L4 എന്ന് പറയുന്ന ഈ ഒരു ലേബറിൻ്റെ വേസ്റ്റേജും N3 to N4 എന്ന് പറയുന്ന ഈ ഒരു ലാൻഡിൻ്റെ വേസ്റ്റേജുമാണ് സി എന്ന് പറയുന്ന പോയിന്റിൽ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ORഉം OLനപ്പുറത്തേക്കും പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല. ഇവിടെ 60 ക്വിൻ്റൽസ് ആണ് എന്ത് കിട്ടിയത്? നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത്. എന്ത് ചെയ്തപ്പോൾ? ലേബറിൻ്റെയും ലാൻഡിൻ്റെയും അളവിൽ ഇൻക്രീസ് നടത്തിയപ്പോൾ കൂടി സെയിം ഔട്ട്പുട്ട് ലഭിച്ചു. ദാറ്റ് മീൻസ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ് ആൻഡ് ലേബർ ഈസ് ദ 0. സോ നമുക്ക് എന്തല്ല, ഇത് നോൺ എക്കണോമിക് റീജിയൻ ആണെന്ന് പറയാം. If at point C more than OL3 units of labor are used, then keep the total output 60 quintals of wheat constant. More than ON3 units of land will have to be used. It will be unwise and irrational decision. It will unnecessarily increase the cost of production. Thus, to produce outside point C will be uneconomic. At point C, marginal productivity of labor will be 0. ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊഡക്ഷൻ നടത്തിയാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതൊരു അൺവൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇറേഷണൽ ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. അവിടെ വേസ്റ്റേജസ് ഓഫ് റിസോഴ്സസ് ആണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ, അതായത് റിഡ്ജ് ലൈനിന് ഇപ്പുറത്തേക്ക്, റിഡ്ജ് ലൈനിന് അപ്പുറം കിടന്ന് പ്രൊഡക്ഷൻ നടത്തിയാൽ അത് അൺവൈസ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെ ആയിരിക്കും. അത് പ്രൊഡക്ഷന് പറ്റിയ ഏരിയ അല്ല എന്ന് പറയുന്നത്. കാരണം ഈ OR എന്ന് പറയുന്നതാണ് നമ്മുടെ റിഡ്ജ് ലൈൻ, OL എന്ന് പറയുന്നത് മറ്റൊരു റിഡ്ജ് ലൈനും. OL കാണിക്കുന്നത് എന്താണ്? OLഉം ORഉം എങ്ങനെയാണ് വരയ്ക്കുന്നത്? മാർജിനൽ, നമ്മുടെ MRTS, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ 0 ആവുന്ന പോയിന്റ്സിനൂടെ കണക്ട് ചെയ്തിട്ടാണ് റിഡ്ജ് ലൈൻസ് വരയ്ക്കുന്നത്. ഓരോ ഐസോകോണ്ടിൻ്റെയും മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ 0 ആവുന്ന, MRTS LK 0 ആവുന്ന പോയിന്റും MRTS KL 0 ആവുന്ന പോയിന്റും കൂട്ടിച്ചേർത്തിട്ടാണ് OLഉം ORഉം വരയ്ക്കുന്നത്. അതായത് OL എന്ന് പറയുന്ന പോയിന്റിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ OR എന്ന് പറയുന്ന ഈ ഒരു ലൈനിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ് 0 ആയിരിക്കും. ഇനി ഈ OLന് ഇപ്പുറത്തേക്ക് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ നെഗറ്റീവ് ആയിരിക്കും. ഈ ORന് ഇപ്പുറത്തേക്ക് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ് അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ 0 ആയിരിക്കും. മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ നെഗറ്റീവ് ആയിരിക്കും. ഈ ORൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ് ഓർ ക്യാപിറ്റൽ 0 ആയിരിക്കും. ORന് അപ്പുറത്തേക്ക് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ് ആൻഡ് ഓർ ക്യാപിറ്റൽ നെഗറ്റീവ് ആയിരിക്കും. ഇനി ഈ ORനും OLനും അകത്ത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറും മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പ്രൊഡക്ടിവിറ്റി രണ്ട് ഫാക്ടേഴ്സിൻ്റെയും പ്രൊഡക്ടിവിറ്റി പോസിറ്റീവ് ആവുന്ന ഏരിയ എവിടെയാണ്? ORനും OLനെയും അകത്താണ്, അതിനിടയിലാണ്. അതുകൊണ്ട് തന്നെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ പോസിറ്റീവ് ആവുന്ന ഈ ഒരു റീജിയനാണ് എക്കണോമിക് റീജിയൻ എന്ന് പറയുന്നത്. ആ ഒരു റീജിയനിലാണ് പ്രൊഡക്ഷന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. ഇനി അപ്പുറത്തും ഇപ്പുറത്തും പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ടോട്ടൽ പ്രൊഡക്ട്സിൽ കുറവ് സംഭവിക്കും. ഇതാണ് റിഡ്ജ് ലൈൻ എന്ന് പറയുന്ന ഏരിയ. മാത്രമല്ല ഈ ഒരു അൺഎക്കണോമിക് റീജിയൻ ആയിട്ടുള്ള ORനപ്പുറത്തും
OLന് ഇപ്പുറത്തും എന്താണ് സംഭവിക്കുന്നത്? അവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഐസോകോണിൻ്റെ സ്ലോപ്പ് പോസിറ്റീവാണ്. ORനകത്തും OLനിടയിലും ഈ ഒരു ഏരിയയിൽ ഇക്കണോമിക് റീജിയനിൽ ഐസോകോണിൻ്റെ സ്ലോപ്പ് നെഗറ്റീവാണ്. ഈ ഐസോകോണിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് ആവുന്ന MRTS LKയും MRTS KLും പോസിറ്റീവ് ആവുന്ന ഈ ഒരു റീജിയനാണ് ഇക്കണോമിക് റീജിയൻ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ORനപ്പുറത്തും OLനിപ്പുറത്തും റെഡ്ജ് ലൈനിനപ്പുറത്തേക്കുള്ള ഏരിയാസാണ് അൺഎക്കണോമിക് റീജിയൻ എന്ന് പറയുന്നത്. അൺഎക്കണോമിക് റീജിയനിൽ MRTS LKയും MRTS KLും നെഗറ്റീവ് ആയിരിക്കും. മാത്രമല്ല സ്ലോപ്പ് ഓഫ് ദി ഐസോകോൺ വിൽ ബി പോസിറ്റീവ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആൻഡ് ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷനും ടെക്നോളജിക്കൽ പ്രോഗ്രസ്സും എന്നുള്ള ഭാഗം. ആസ് knowledge of new and more efficient methods of production become available, technology changes. നോളജും അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ പ്രൊഡക്ഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താവും? ടെക്നോളജി തന്നെ പാടെ ചേഞ്ച് ചെയ്യും. Furthermore, new inventions may result in the increase of the efficiency of all methods of production. ന്യൂ ഇൻവെൻഷൻസും അതുപോലെ തന്നെ പുതിയ കണ്ടെത്തലുകളൊക്കെ ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ എഫിഷ്യൻസിനെ തന്നെ മാറ്റിമറിക്കും. At the same time, some techniques may become inefficient and drop out from the production function. അതേസമയം ചില ടെക്നിക്സുകൾക്ക് എന്തും സംഭവിക്കാം? ഇന്നെഫിഷ്യൻസ്, കാര്യക്ഷമ ഇല്ലായ്മയും സംഭവിക്കാം. These changes in technology constitute technological progress. ഇതെല്ലാം കൂടിച്ചേർന്നതാണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത്. Graphically, the effect of innovation in processes is shown with an upward shift of the production function or a downward movement of the production isocone. നമ്മൾ ഗ്രാഫിക്കലി ഈ ഒരു ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിനെ എങ്ങനെയാണ് കാണിക്കുന്നത്? ഒരു അപ്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ അപ്വേർഡ് ഷിഫ്റ്റോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഐസോകോണിൻ്റെ ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റും ഒക്കെയാണ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. This shift shows that the same output may be produced by less factor inputs or more output may be obtained with the same inputs. അതായത് എന്താണ്? ഒരേ സെയിം ഇൻപുട്ട് മേ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ലെസ് ഫാക്ടർ ഇൻപുട്സ്. എഫിഷ്യൻസി വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സ്പാൻഡ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ലെസ് ഫാക്ടർ ഇൻപുട്സ് കൊണ്ട് തന്നെ സെയിം ഔട്ട്പുട്ട്, നമ്മൾ മുൻപ് ഉപയോഗിച്ച ഔട്ട്പുട്ട് മുൻപ് നമുക്ക് ലഭ്യമായിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇൻപുട്സിനേക്കാളും കുറഞ്ഞ ഇൻപുട്സ് യൂസ് ചെയ്താൽ നമുക്ക് ലഭ്യമാകും. യൂസ് ചെയ്ത ഇൻപുട്സിനേക്കാൾ കുറവ് ഇൻപുട്സ് യൂസ് ചെയ്താൽ സെയിം ഔട്ട്പുട്ട് ലഭ്യമാവും. അതിനെ നമുക്ക് ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറയാം. അല്ലെങ്കിൽ മോർ ഔട്ട്പുട്ട് മേ ബി ഒബ്റ്റൈൻഡ് വിത്ത് ദി സെയിം ഇൻപുട്സ്. സെയിം ഇൻപുട്സിൽ നിന്ന് തന്നെ മോർ ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമാവാം. അങ്ങനെ രണ്ട് കാര്യം കൊണ്ടും എന്തുണ്ടാവാം? ഈ ഒരു ഷിഫ്റ്റ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഷിഫ്റ്റ് സംഭവിക്കാം. എങ്ങനെയൊക്കെയാണ്? സെയിം ഇൻപുട്ട് കൊണ്ട് മോർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെയിം ഔട്ട്പുട്ട് യൂസ് ചെയ്ത ഇൻപുട്ടിനേക്കാൾ കുറഞ്ഞ ഇൻപുട്സ് യൂസ് ചെയ്തിട്ട് സെയിം ഔട്ട്പുട്ട് ലഭ്യമാക്കാം. ടെക്നോളജിക്കൽ പ്രോഗ്രസ് മേ ഓൾസോ ചേഞ്ച് ദി ഷേപ്പ് ഓഫ് ദി ഐസോകോൺ. ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്തിനും കാരണമാവുന്നുണ്ട്? ചില സമയത്ത് ഐസോകോണിൻ്റെ ഷേപ്പ് മാറ്റുന്നതിനും കാരണമാവുന്നുണ്ട്. Hicks has distinguished 3 types of technical progress depending on its effect on the rate of substitution of the factors of production. Factors of productionന്റെ സബ്സ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഹിക്സ് 3 types of technical progressനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 type of technical progress എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ പിക്ക് അല്ലേ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിനെ കാണിക്കുന്നതാണ്. എന്താണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ത് ചെയ്യാണ്? ഔട്ട്വേർഡ് ഷിഫ്റ്റ് ചെയ്യാണ്. കാരണം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ലഭ്യമായിട്ടുള്ള സെയിം ഇൻപുട്ടിൽ നിന്ന് തന്നെ എന്താണ് നമുക്ക് മോർ ഔട്ട്പുട്ട് കിട്ടുമ്പോഴാണ് ടെക്നിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്? ഔട്ട്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുകളിലേക്ക് അപ്വേർഡ് ഷിഫ്റ്റ് സംഭവിക്കുന്നത്. എങ്ങനെയാണ്? സെയിം
ഇൻപുട്ടിൽ നിന്ന് തന്നെ മോർ ഔട്ട്പുട്ട് ലഭ്യമാവുന്ന ഒരു കേസാണ് ഏത് കാണിക്കുന്നത്, ഈ ഫസ്റ്റ് ഫിഗർ കാണിക്കുന്നത്. ദെൻ സെക്കൻഡ് ഫിഗർ എന്താ കാണിക്കുന്നത്, ഐസോകോണ്ട് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അല്ലേ, ഐസോകോണ്ട് എന്ത് ചെയ്തു, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സെയിം ഇൻപുട്ട് കുറഞ്ഞ രീതിയിൽ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, മോർ ഔട്ട്പുട്ട് ലഭ്യമാകുന്നുണ്ട് എന്നുള്ള ഈ ഐസോകോണ്ടിലുള്ള ചേഞ്ചും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനാവും. നമ്മുടെ പറഞ്ഞ ഹിഗ്സ് യൂസ് ചെയ്തിട്ടുള്ള, ഹിഗ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, സബ്സ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 3 ടൈപ്സ് ഓഫ് ടെക്നിക്കൽ പ്രോഗ്രസ് അനലൈസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ്? ക്യാപിറ്റൽ ഡീപ്പനിങ് ഇസ്, ഇതിൻ്റെ നെയിം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ടെക്നിക്കൽ പ്രോഗ്രസ് ഈസ് ക്യാപിറ്റൽ ഡീപ്പനിങ് ഓർ ക്യാപിറ്റൽ യൂസിങ്. ക്യാപിറ്റൽ ഡീപ്പനിങ് എന്നോ ക്യാപിറ്റൽ യൂസിങ് എന്നോ നമുക്ക് പറയാം. ഇഫ് a line on which K/L ratio is constant, the MRS LK increases. K/L ratio നമ്മുടെ ക്യാപിറ്റലിൻ്റെയും ലാബറിൻ്റെയും റേഷ്യോനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തിയാൽ MRS LK ഇൻക്രീസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അത്തരം ടെക്നിക്കൽ പ്രോഗ്രസ് ആണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത്. This implies that technical progress increases the marginal product of capital by more than the marginal product of labor. ഇത്തരം ടെക്നിക്കൽ പ്രോഗ്രസ് എന്ത് ചെയ്യുന്നു, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലിൽ ഇൻക്രീസിങ് സംഭവിക്കുകയും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറിനെ അപേക്ഷിച്ച് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലിലെ ഇൻക്രീസിങ് സംഭവിക്കുന്നു. ക്യാപിറ്റലിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്തിനെ അപേക്ഷിച്ച്, ലേബറിനെ അപേക്ഷിച്ച്. The ratio of marginal product, which is the MRS LK, decreases in absolute value, but taking into account that the slope of the isocond is negative, this sort of technical progress increases the MRS LK. The slope of the shifting isocond becomes less steep along any given radius. The capital deepening technical progress is shown in figure. ഇതെന്താണ്, ഒരു ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ് ആണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, മോർ ക്യാപിറ്റലിനെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മോർ ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ഡീപ്പനിങ് ഓർ ലേബർ സേവിങ് ഓർ ക്യാപിറ്റൽ യൂസിങ് എന്നൊക്കെ പറയുന്നത്. ക്യാപിറ്റൽ ഡീപ്പനിങ്, ക്യാപിറ്റലിനെ കൂടുതൽ യൂസ് ചെയ്യാണ്, കാരണം ക്യാപിറ്റലിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ്. ഇതിനെങ്ങനെ തിരിച്ചറിയും, ഇവിടെ നോക്കുക, ഈ ഐസോക്ലൈൻ ലൈനിൻ്റെ താഴെ, അതായത് ലേബർ ആക്സിസിൽ എന്താണ്, ഈ ഐസോകോൺസ് തമ്മിലുള്ള സ്പേസ് എന്ത് ചെയ്യാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ക്യാപിറ്റലിൻ്റെ ഭാഗത്ത്, ഐസോക്ലൈനിൻ്റെ മുകളിൽ ഐസോകോൺസ് തമ്മിലുള്ള സ്പേസ് ഇൻക്രീസിങ് ആണ്. അത് കാണിക്കുന്ന എന്താണ്, ക്യാപിറ്റലിനെ മോർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ലേബറിനെ ലെസ് ആൻഡ് ലെസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ്. Next one, labor deepening technical progress. Labor deepening technical progress or capital saving technical progress is just opposite of the capital deepening technical progress or labor saving technical progress. Technical progress is labor deepening if along a radius through the origin with a constant K/L ratio, the MRS LK decreases. This implies that the technical progress increases the MPL faster than MPK. അതായത് K/L റേഷ്യോ കോൺസ്റ്റൻ്റ് ആയി നിലനിൽക്കെ MRS LK എന്ന് പറയുന്നത് ഡിക്രീസസ് ആണ്. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ്. ദാറ്റ് ഈസ് വൈ MRS LK ഇൻ ദി കേസ് ഓഫ് ലേബർ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ് ഇസ് ഡിക്രീസസ്. ടെക്നിക്കൽ പ്രോഗ്രസ് ലേബർ ഡീപ്പനിങ് ആണെന്ന് നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്, MRS LK ഡിക്രീസസ് ആവുമ്പോഴാണ്. ഈ ഒരു MRS LK ഡിക്രീസസ് ആണ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, MPL മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് ഫോസ്റ്റർ ആണ്. ലേബറിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ക്യാപിറ്റലിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ലേബറിനെ കൂടുതൽ യൂസ് ചെയ്യുകയും ക്യാപിറ്റലിനെ
ചെറിയ രീതിയിൽ മാത്രമേ യൂസ് ചെയ്യുകയും ചെയ്യൂ. Thus, the MRSLK being the ratio of the marginal product increases absolute value but decreases if the minus sign is taken into account. Absolute വാല്യൂവിൽ MRSLK ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മൈനസ് വാല്യൂവിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ MRSLK ഡിക്രീസസ് ആയിരിക്കും. ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ക്യാപിറ്റൽ ഡീപ്പനിങ്ങിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് അല്ലേ. ഇവിടെ എന്താണ്, ലേബറിൻ്റെ ഭാഗത്ത് സ്പേസ് ഐസോകോൺസ് തമ്മിലുള്ള സ്പേസ് കൂടിക്കൊണ്ടിരിക്കുന്നു, അതേസമയം ക്യാപിറ്റലിൻ്റെ സ്ഥാനത്ത് ഐസോകോൺസ് തമ്മിലുള്ള സ്പേസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് ലേബർ ഈസ് യൂസിങ് മോർ ആൻഡ് മോർ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ദി കമ്മോഡിറ്റി. അറ്റ് ദ സെയിം ടൈം വി യൂസ് ലെസ് ആൻഡ് ലെസ് യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ഫോർ ദ സെയിം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. Next one, third one is neutral technical progress. Neutral technical progress എന്ന് പറയുന്നത് എന്താണ്? Technical progress is neutral if it increases the marginal product of the both factors by the same percentage so that MRSLK remains constant. ഇവിടെ ലേബറിനെയും ക്യാപിറ്റലിനെയും സെയിം പെർസെൻറ്റേജിലാണ് അല്ലെങ്കിൽ സെയിം റേഷ്യോയിൽ സെയിം പ്രപ്പോർഷനിലാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ദി MRSLK റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ MRSLK എന്ന് പറയുന്നത് റിമൈൻസ് കോൺസ്റ്റൻ്റ് ആണ്. ദി ഐസോകോൺ ഷിഫ്റ്റ് ഡൗൺവേർഡ്സ് പാരലൽ ടു ഇറ്റ്സെൽഫ്. ദിസ് ഈസ് ഷോൺ ഇൻ ഫിഗർ. ഇവിടെ ഈ ഒരു ഫിഗറിൽ എന്താണ് കാണുന്നത്? ഐസോകോൺസ് പാരലൽ ആയിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. രണ്ട് ഭാഗത്തും സെയിം സ്പേസ് ആണ് വരുന്നത്. ദാറ്റ് മീൻസ് MRSLK ഈസ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഇൻഡിക്കേറ്റ് ദി പ്രൊഡക്ഷൻ ടെക്നിക്സ് ഓർ ടെക്നിക്കൽ പ്രോഗ്രസ് ഈസ് ന്യൂട്രൽ. ക്യാപിറ്റലിനെയും ഫേവർ ചെയ്യുന്നില്ല, ലേബറിനെയും ഫേവർ ചെയ്യുന്നില്ല. ഇതാണ് ഹിഗ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള 3 ടെക്നിക്കൽ പ്രോഗ്രസ്സസ്. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ഡീപ്പനിങ്, ലേബർ ഡീപ്പനിങ് ആൻഡ് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ്. ക്യാപിറ്റൽ ഡീപ്പനിങ്ങിൽ എന്ത് സംഭവിക്കുന്നു? ക്യാപിറ്റലിനെ ഫേവർ ചെയ്യുന്നു. ക്യാപിറ്റലിന് കൂടുതൽ യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നു. അതുകൊണ്ട് കാരണം MPK എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ MRSLK എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ്. ഏതിൻ്റെ കേസിൽ? ഈ പറഞ്ഞതെല്ലാം നമ്മുടെ ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ്സിൽ. ഇനി ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ലേബർ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ് വരുന്നത്. ലേബർ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ്സിൽ MRSLK എന്ന് പറയുന്നത് ഡിക്രീസിങ് ആണ്. അവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത് ലേബറിനെ ഫേവർ ചെയ്തിട്ടാണ്. കാരണം ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി, മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ്. അതുകൊണ്ട് തന്നെ MRSLK എന്ന് പറയുന്നത് ഡിക്രീസസ് ആയിരിക്കും. ദെൻ നമ്മുടെ ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് ക്യാപിറ്റലിനെയോ ലേബറിനെയോ ഫേവർ ചെയ്യുന്നില്ല. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ക്യാപിറ്റലും ലേബറും സെയിം രീതിയിൽ, സെയിം പ്രപ്പോർഷനിൽ അല്ലെങ്കിൽ സെയിം പെർസെൻറ്റേജിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐസോകോൺസ് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഐസോകോൺസ് തമ്മിലുള്ള സ്പേസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഐസോകോൺസ് മൂവ് ചെയ്യുന്നത് പാരലൽ ആയിട്ടായിരിക്കും. MRSLK കോൺസ്റ്റൻ്റ് ആയിരിക്കും. ക്യാപിറ്റലിൻ്റെയും ലേബറിൻ്റെയും പ്രൊഡക്ടിവിറ്റിയും എന്തായിരിക്കും? ഈക്വൽ തന്നെ ആയിരിക്കും. ഇതാണ് 3 ടെക്നിക്കൽ പ്രോഗ്രസ്സസ്. ഇക്കോണമീസ് ആൻഡ് ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ. Economies of scale are defined as the cost advantage that an organization can achieve by expanding its production in the long run. ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്, ഇക്കണോമിക്സ് ഓഫ് സ്കെയിലിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് ഒരു തരം കോസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. ഒരു ഓർഗനൈസേഷൻ അവരുടെ ഔട്ട്പുട്ടിനെ അല്ലെങ്കിൽ പ്രൊഡക്ഷനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഇൻ ദി ലോങ് റണ്ണിൽ അവരുടെ പ്രൊഡക്ഷനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ഓർഗനൈസേഷന് ഉണ്ടാവുന്ന കോസ്റ്റ് അഡ്വാൻറ്റേജിനെയാണ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ദീസ് ആർ ദി അഡ്വാൻറ്റേജ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ഒരു ഓർഗനൈസേഷൻ അവരുടെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജിനെയാണ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് നമുക്ക് മറ്റൊരു വേർഡ്സിൽ പറയാനാവും. അതായത് നമ്മളിപ്പോൾ ചെറിയ റേഞ്ചിലൊക്കെ പ്രൊഡക്ഷൻ നടത്തുന്നതിന് പകരം ലാർജ് ആയിട്ട് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതിൻ്റെ അഡ്വാൻറ്റേജ്, അതായത് ചെറിയ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുന്നിടത്ത് നിന്നും വലിയ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ്, ആ അഡ്വാൻറ്റേജിനെയാണ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. These cost advantages are achieved in the form of lower average cost per unit.
ഇനി ഈ ഒരു എക്കണോമീസ് ഓഫ് സ്കെയിൽ കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ടാവാം, അതിന് പുറമെ മറ്റു തരത്തിലുള്ള അഡ്വാൻറ്റേജസും ഉണ്ടാവാം. കോസ്റ്റ് അഡ്വാൻറ്റേജിൽ മെയിൻ ആയിട്ടും വരുന്നത് ലോവർ ആവറേജ് കോസ്റ്റ്. ചെറിയ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ, സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്നതിന് പകരം ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഒരു കോസ്റ്റ് അഡ്വാൻറ്റേജ് കിട്ടും. ആ കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ആവറേജ് കോസ്റ്റിൽ ഉണ്ടാവുന്ന റിഡക്ഷൻ അല്ലെ, ആവറേജ് കോസ്റ്റ് ചെറുതായിരിക്കും. അതാണ് എന്ത് ഇവിടെ ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഏത് രീതിയിൽ കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ആവറേജ് കോസ്റ്റിൽ ഉണ്ടാവുന്ന റിഡക്ഷനെയാണ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്നിവിടെ മനസ്സിലാക്കുന്നത്. Economies of scale are achieved when there is an increase in the sales of an organization. ഒരു ഓർഗനൈസേഷന്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് മെയിൻ ആയിട്ടും എക്കണോമീസ് ഓഫ് സ്കെയിൽ അച്ചീവ് ചെയ്യുന്നത്. As a result, the savings of the organization increases, which further enables the organization to obtain raw materials in bulk. This helps the organization to enjoy discounts. അല്ലേ, നമ്മുടെ ഒരു പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ സെയിൽസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ബൾക്ക് റോ മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ നമ്മളിപ്പോൾ സാധനമായാലും ഒരു സാധനം എടുക്കുന്നതിന് പകരം ഒരുപാട് സാധനങ്ങൾ എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഡിസ്കൗണ്ട്സ് കിട്ടും. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചും അവർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ കൂടുതൽ റോ മെറ്റീരിയൽസ് അവർക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെ ആവശ്യമായിട്ട് വരുന്ന ഈ ബൾക്ക് റോ മെറ്റീരിയൽസിന് അവർ അതിൻ്റെതായിട്ടുള്ള ഡിസ്കൗണ്ട്സും ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഫേം അനുവദിച്ചു നൽകും. ആ ഒരു ഡിസ്കൗണ്ട്സ് എന്തായിട്ട് മാറും? ഈ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് കോസ്റ്റ് കുറയും അല്ലെ, അതിലുണ്ടാവുന്ന അവരുടെ കോസ്റ്റ് കുറയും. ഡിസ്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ കോസ്റ്റിലുണ്ടാകുന്ന ഡിഡക്ഷൻ സംഭവിക്കും. അവരെ സംബന്ധിച്ച് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുകയും ആ ഒരു അഡ്വാൻറ്റേജിനെയാണ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് നമ്മൾ പറയുന്നത്. ദീസ് ബെനിഫിറ്റ്സ് ആർ കോൾഡ് ആസ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ. ഇത് മെയിൻലി ഒരു ലോങ് ടേം കോൺസെപ്റ്റ് ആണ്. കാരണം ലോങ് ടേമിലാണ് ഒരു ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഒരു ഫേമിന് അവരുടെ പ്രൊഡക്ഷൻ ബൾക്കായിട്ട് ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരിക. ആ ഒരു സമയത്താണ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ സംഭവിക്കുന്നത്. The economies of scale are divided into internal economies and external economies discussed as follows. അതായത് economies of scale-നെ നമുക്ക് internal economies എന്നും external economies എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. എന്താണ് internal economies എന്ന് നോക്കാം. Internal economies refer to real economies which arise from the expansion of the plant size of the organization. ഒരു ഓർഗനൈസേഷന്റെ പ്ലാൻ സൈസിൽ ഉണ്ടാകുന്ന എക്സ്പാൻഷനെയാണ് ഇന്റേണൽ ഇക്കോണമീസ് എന്ന് നമ്മൾ പറയുന്നത്. ദീസ് ഇക്കോണമീസ് അറൈസ് ഫ്രം ദി ഗ്രോത്ത് ഓഫ് ദി ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ്. ആ ഒരു ഓർഗനൈസേഷൻ തന്നെ അവരുടെ ഗ്രോത്ത്, ആ ഒരു ഓർഗനൈസേഷന്റെ മാത്രം ഗ്രോത്തിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നതാണ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. The examples of internal economies of scale are as follows. നമുക്ക് internal economies, നമുക്കറിയാം internal economies എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫേമിന്റെ പ്ലാന്റ് സൈസിൽ ഉണ്ടാകുന്ന എക്സ്പാൻഷൻ, അതുപോലെ തന്നെ ആ ഓർഗനൈസേഷന്റെ സ്വയം ഗ്രോത്ത്, അത്തരത്തിലുള്ള സമയത്ത് ആ ഒരു ഓർഗനൈസേഷന് ലഭിക്കുന്ന അഡ്വാൻറ്റേജസിനെയാണ് ഇന്റേണൽ ഇക്കോണമീസ് റെഫർ ചെയ്യുന്നത്. ഇനി ഈ ഇന്റേണൽ ഇക്കോണമീസിന് ചില എക്സാമ്പിൾസ് നമുക്കൊന്ന് പരിചയപ്പെടാം. First one is technical economies of scale. First one, technical economies of scale. What is technical economies of scale? Okay, when organizations invest in expensive and advanced technology, this helps in lowering and controlling the cost of production of organization. These economies are enjoyed because of the technical efficiency gained by the organization. ടെക്നിക്കൽ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ അവരുടെ ടെക്നോളജീസിനെ അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസ്, പുതിയ രീതിയിലുള്ള ന്യൂ ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ ആ ഒരു ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കോസ്റ്റിൽ ലോവറിങ് കോസ്റ്റ് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. കാരണം പ്രൊഡക്ഷൻ ഓഫ് ഓർഗനൈസേഷൻ കാര്യക്ഷമമായി നടക്കുകയും അവർക്ക് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ലഭിക്കുകയും ചെയ്യും. അത്തരത്തിൽ ടെക്നിക്കൽ എഫിഷ്യൻസിയെയാണ് ടെക്നിക്കൽ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്.
അഡ്വാൻസ്ഡ് ടെക്നോളജീസ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടെക്നിക്കൽ എഫിഷ്യൻസി അവർക്ക് ഗെയിൻ ചെയ്യാനാവുകയും അതിലൂടെ ലഭിക്കുന്ന അഡ്വാൻറ്റേജസിനെ ടെക്നിക്കൽ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുകയും ചെയ്യും. The advanced technology enables an organization to produce a large number of goods in short time. Thus, production cost per unit falls, leading to economies of scale. Advanced technologies ഒക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷൻ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാനാവും? മുമ്പത്തെക്കാളും കൂടുതലായിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യാനാവും. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഫോളിംഗ് ടെൻഡൻസി ആയിരിക്കും കാണിക്കുക. ഇതിങ്ങനെയാണ് അവർ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നത്. ഏതുവഴി? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വഴി. Then second one is marketing economies of scale. What is marketing economies of scale? Marketing economies of scale occurs when large organizations spread their marketing budget over the large output. The marketing economies of scale are achieved in case of bulk buying, branding and advertising. For instance, large organizations enjoy benefits on advertising costs as they cover large audience. On the other hand, small organizations pay equal advertising expenses as large organizations but do not enjoy such benefits on advertising costs. അതായത് മാർക്കറ്റിംഗ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും അഡ്വർടൈസിങ് കോസ്റ്റിലൊക്കെ ഉണ്ടാകുന്ന അഡ്വർടൈസിങ് കോസ്റ്റിലൂടെ ലഭിക്കുന്ന ബെനിഫിറ്റ്സ് ആണ്. നമുക്കറിയാം അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഒരു മാസ് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഫേംസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ അഡ്വർടൈസിങ് നടത്തുമ്പോൾ നല്ല രീതിയിലുള്ള അഡ്വർടൈസിങ് നടത്തുമ്പോൾ അതൊരു മാസ് ഓഡിയൻസിലേക്ക് എത്തുകയും ലാർജർ ഓഡിയൻസിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഈ ഒരു ഓർഗനൈസേഷനിലേക്ക് അട്രാക്ട് ചെയ്യാനാവുകയും ചെയ്യും. ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സെയിൽസോ ബ്രാൻഡൊക്കെ ഇൻക്രീസ് ചെയ്യാനാവും അല്ലെ. ബ്രാൻഡിന് അവർക്ക് കൂടുതൽ പോപ്പുലാരിറ്റി ലഭിക്കുകയും അവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഇതുവഴി അവർക്ക് എന്ത് ലഭിക്കും? ഒരു അഡ്വാൻറ്റേജ് ലഭിക്കും. ഇതിനെയാണ് മാർക്കറ്റിംഗ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. Then next one is financial economies of scale. What is financial economies of scale? It takes place when large organizations borrow money at lower rate of interest. These organizations have good credibility in the market. Generally, banks prefer to grant loans to those organizations that have strong foothold in the market and have good repaying capacity. Financial economies of scale എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ബോറോ ചെയ്യാൻ കഴിയുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് വഴി എന്ത് ചെയ്യും? ഒരു അഡ്വാൻറ്റേജ് ലഭിക്കും അല്ലെ. ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ബോറോ ചെയ്യാൻ കഴിയുന്ന ഓർഗനൈസേഷനിൽ എന്ത് സംഭവിക്കും? കുറഞ്ഞ രീതിയിലുള്ള ഇൻട്രസ്റ്റ് വരും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ ഇക്കോണമീസ് നിലനിർത്താനാവും. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഗുഡ് ക്രെഡിബിലിറ്റി ഉള്ള, കാരണം കറക്റ്റ് ആയിട്ട് ലോൺ എടുത്താൽ അല്ലെങ്കിൽ ബോറോ ചെയ്താൽ കറക്റ്റ് ആയിട്ട് റീപേ ചെയ്യുന്ന ആളുകൾക്ക് മാർക്കറ്റിൽ അതിൻ്റെതായിട്ടുള്ള ഒരു റെക്കഗ്നീഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ അത്തരം കമ്പനികൾക്ക് അത്തരം ഓർഗനൈസേഷൻസിന് എന്താവും? റീപേയിങ് കപ്പാസിറ്റി ഉള്ള ഓർഗനൈസേഷൻസിന് കറക്റ്റായിട്ട് ലോൺസും അതുപോലെ തന്നെ ബോറോസൊക്കെ റീപേ ചെയ്ത് വീട്ടുന്ന ഓർഗനൈസേഷൻസിന് ഈ ഒരു ബാങ്ക്സിന്റെ ഇടയിൽ എന്തുണ്ടാവും? നല്ലൊരു വിശ്വാസം ഉണ്ടാവും അല്ലെ. അവരുടെ വിശ്വാസം നേടിയെടുത്ത് അവരുടെ ഒരു ക്രെഡിബിലിറ്റി അവിടെ നിലനിർത്താനാവും. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന് ആവശ്യമുള്ള സമയത്ത് ബോറോ ചെയ്യാനും ലോണായിട്ട് ലഭിക്കുകയൊക്കെ ചെയ്യും. അത്തരത്തിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫിനാൻഷ്യൽ ഇക്കോണമീസ് ഓഫ് സ്കെയില് അറ്റൈൻ ചെയ്യാനാവും. Then next one is managerial economies of scale. It occurs when large organizations employ specialized workers for performing different tasks. These workers are experts in their fields and use their knowledge and experience to maximize the profits of the organization. For instance, in an organization, accounts and research department are created and managed by experienced individuals so that all costs and profits of the organization can be estimated properly. അതായത് മാനേജീരിയൽ ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സ് അവരുടെ ഡിഫറെൻറ്റ് ടാസ്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഓരോ ടാസ്ക് ചെയ്യുന്നതിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ അവർ എംപ്ലോയ് ചെയ്യിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും എഫിഷ്യൻ്റ് ആയിട്ട് ആ ഒരു പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കുകയും ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ വരുന്നത് റിസർച്ച് ഡിപ്പാർട്ട്മെന്റിനെയാണ്. അതായത് മാർക്കറ്റിൽ വരുന്ന ന്യൂ
ചേഞ്ചസിനെയും അവരുടെ ന്യൂ ആയിട്ടുള്ള ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനെയും കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനെയും ഒക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് കൂടുതലായിട്ട് അറ്റൈൻ ചെയ്യാൻ കഴിയുകയും അങ്ങനെ ഒരു ഇക്കോണമി അവിടെ നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് മാനേജറിയൽ ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Then the last one is commercial economies. It refers to economies in which organization enjoys benefits of buying raw materials and selling of finished goods at lower cost. Large organizations buy raw materials in bulk, therefore enjoy benefits in transportation charges, easy credits from banks and prompt delivery of products to consumers. കൊമേഴ്ഷ്യൽ ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ലഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽസ് കുറഞ്ഞ ചിലവിൽ ലഭിക്കുമ്പോൾ നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സിന് മാർക്കറ്റിൽ കുറഞ്ഞ രീതിയിൽ ഗുഡ്സ് സെയിൽ നടത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽസ് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ അവർക്ക് കോസ്റ്റ് കുറഞ്ഞു കിട്ടും എന്നതിലുപരി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അതിനോടനുബന്ധിച്ച മറ്റു ചാർജസും കുറക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള എല്ലാ ബെനിഫിറ്റ്സിനെയുമാണ് കൊമേഴ്ഷ്യൽ ഇക്കോണമീസ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്റേണൽ ഇക്കോണമീസിൽ പെടുന്നത്. ഇനി വാട്ട് ഈസ് എക്സ്റ്റേണൽ ഇക്കോണമീസ്? ഇറ്റ് ഓക്കേഴ്സ് ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, മുമ്പ് പറഞ്ഞ കൊമേഴ്ഷ്യൽ ഇക്കോണമീസ് വരെയുള്ള കാര്യങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നതായിരുന്നു? ഇന്റേണൽ ഇക്കോണമീസിനെ സൂചിപ്പിക്കുന്നതായിരുന്നു. ഒരു ഓർഗനൈസേഷന് അകത്ത് വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ റെഫർ ചെയ്തത്. എന്നാൽ എക്സ്റ്റേണൽ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ സംഭവിക്കുന്നത് ഇത് ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷന്റെ ഔട്ട്സൈഡുള്ള ഫാക്ടേഴ്സിനെയാണ് എക്സ്റ്റേണൽ ഇക്കോണമീസ് സൂചിപ്പിക്കുന്നത്. These economies occur within the industries which benefits organization. When an industry expands, organizations may benefit from better transportation network, infrastructure and other facilities. This adds in decreasing cost of organization. Some of the examples of external economies of scale are discussed as follows. അതായത് ഒരു ഓർഗനൈസേഷൻ അപ്പുറത്തെന്ന് പറയുമ്പോൾ ഗുഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ബെറ്റർ ആയിട്ടുള്ള സിസ്റ്റം അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഗുഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ മറ്റു ഫെസിലിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അത് ഓർഗനൈസേഷന് പുറത്ത് വരുന്നതാണ് അല്ലെ, ഗവൺമെന്റിന്റെ ഒക്കെ കീഴിൽ വരുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് നടന്നു പോകുന്നതെങ്കിൽ അതും അനുകൂലമായിട്ട് മാറുക എന്നുണ്ടെങ്കിൽ അതും ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്ത് ലഭിക്കും, ഒരു അഡ്വാൻറ്റേജ് അവിടെ ലഭിക്കും. ഇനി എക്സ്റ്റേണൽ ഇക്കോണമീസിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. എന്തെല്ലാമാണ് എക്സ്റ്റേണൽ ഇക്കോണമീസിന് വരുന്നത്? First one is economies of concentration. What is economies of concentration? It refers to economies that arise from the availability of skilled labor, better credit and transportation facilities. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് സ്കിൽഡ് ആയിട്ടുള്ള ലേബറിനെ ലഭിക്കുക, ബെറ്റർ ക്രെഡിറ്റ് ലഭ്യമാവുക, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ലഭിക്കുക, ഇത്തരത്തിലൊക്കെ ആ ഒരു ഓർഗനൈസേഷന് അഡ്വാൻറ്റേജ് ആയിട്ട് മാറുമ്പോൾ ഇക്കണോമീസ് ഓഫ് കോൺസെൻട്രേഷൻ സംഭവിക്കും. ബെറ്റർ ക്രെഡിറ്റ് ലഭ്യമാവുക എന്ന് പറയുമ്പോൾ നീഡി ടൈമിൽ ആവശ്യമായ സമയത്ത് തന്നെ ലോവർ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ക്രെഡിറ്റ് ലഭ്യമാവുമ്പോൾ അത് കോസ്റ്റിനെ സംബന്ധിച്ച് അവരുടെ ഒരു ബെസ്റ്റ് അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇതാണ് ഇക്കോണമീസ് ഓഫ് സ്കെയിലിൻ്റെ കീഴിൽ വരുന്ന കോൺസെൻട്രേഷൻ. Then next one is economies of information. What is economies of information? It implies advantages that are derived from publication related to trade and business. The central research institutions are the source of information for organizations. ഓർഗനൈസേഷൻസിന് ബെറ്റർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ലഭ്യമാവും. ഇത്തരത്തിൽ ഓർഗനൈസേഷൻസിന് അല്ലെങ്കിൽ ഫേംസിന് ഇൻഫർമേഷൻ ലഭ്യമാവുന്നത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പബ്ലിഷ് ചെയ്യുന്ന പബ്ലിക്കേഷൻസിൽ നിന്നാണ്. ഇതൊക്കെ കറക്റ്റ് ടൈമിൽ ലഭ്യമാവുമ്പോൾ അതും അവർക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. ഇതാണ് ഇക്കോണമീസ് ഓഫ് ഇൻഫർമേഷൻ. ദെൻ നെക്സ്റ്റ് ഇക്കോണമീസ് ഓഫ് ഡിസ്ഇൻറ്റിഗ്രേഷൻ. It refers to the economies that arise when organizations split their processes into different processes. അവരുടെ പ്രോസസ്സസ്, ഓർഗനൈസേഷൻസിൻ്റെ പ്രോസസ്സസ് ഡിഫറെൻറ്റ് പ്രോസസ്സിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ വഴിയൊക്കെ ചില അഡ്വാൻറ്റേജസ് ലഭ്യമാവും. അതിനെയും ഇക്കണോമിക്സ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. Next one is diseconomies of scale. What is diseconomies of scale? It occurs when the long run average cost of the organization increases.
നമ്മുടെ ഇക്കണോമീസ് ഓഫ് സ്കെയിലിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിസ്ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ്റെ ലോങ് റൺ ആവറേജ് കോസ്റ്റിൽ ഉണ്ടാവുന്ന ഇൻക്രീസിങ്ങിനെയാണ് ഡിസ്ഇക്കണോമീസ് ഓഫ് സ്കെയിൽ സൂചിപ്പിക്കുന്നത്. ഇറ്റ് മേ ഹാപ്പൻ വെൻ ആൻ ഓർഗനൈസേഷൻ ഗ്രോസ് എക്സസീവ്ലി ലാർജ്. ഒരു ഓർഗനൈസേഷൻ എക്സസീവ്ലി ലാർജ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഓർഗനൈസേഷൻ്റെ ആവറേജ് കോസ്റ്റ് ഇൻക്രീസിങ് സംഭവിക്കാം. In other words, this economies of scale cause larger organizations to produce goods and services at increased cost. ലാർജർ ഓർഗനൈസേഷന് ഗുഡ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ഇൻക്രീസിങ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഡിസ്ഇക്കണോമീസ് ഓഫ് സ്കെയിൽ സംഭവിക്കുന്നത്. നമ്മൾ ഇക്കണോമീസ് ഓഫ് സ്കെയിൽ പറഞ്ഞ പോലെ തന്നെ 2 types ഓഫ് ഡിസ്ഇക്കണോമീസ് ഓഫ് സ്കെയിലും ഉണ്ട്. ഏതൊക്കെയാണ്? ഇന്റേണൽ ഡിസ്ഇക്കണോമീസ് ഓഫ് സ്കെയിൽ ആൻഡ് എക്സ്റ്റേണൽ ഡിസ്ഇക്കണോമീസ് ഓഫ് സ്കെയിൽ. ഇന്റേണൽ ഡിസ്ഇക്കണോമീസ് ഓഫ് സ്കെയിൽ. It refers to diseconomies that arise the cost of production of an organization. The main factors that influence the cost of production of an organization include the lack of decision, supervision and technical difficulties. ഇന്റേണൽ ഡിസ്ഇക്കണോമീസ് സംഭവിക്കുന്നത് എവിടെയാണ്? ഒരു ഓർഗനൈസേഷൻ അകത്താണ് ഡിസ്ഇക്കണോമീസ് സംഭവിക്കുന്നതെങ്കിൽ അതിനെയാണ് ഇന്റേണൽ ഡിസ്ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അത് ഡിസ്ഇക്കണോമീസ് മെയിനായിട്ടും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡിസിഷൻ കറക്റ്റ് സമയത്ത് ഡിസിഷന് ഉണ്ടാവുന്ന ലാക്ക്, സൂപ്പർവിഷൻ കറക്റ്റായിട്ട് നടക്കാതുമ്പോൾ, ടെക്നിക്കലായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് സംഭവിക്കുമ്പോൾ, ഇത്തരം സമയങ്ങളിലൊക്കെയാണ് ഇന്റേണൽ ഡിസ്ഇക്കണോമീസ് സംഭവിക്കുന്നത്. External diseconomies of scale. It refers to diseconomies that limit the expansion of an organization or industry. ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രീനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിനുള്ള ലിമിറ്റാണ് ഡിസ്ഇക്കണോമീസ് ഓഫ് സ്കെയിലിൽ റെഫർ ചെയ്യുന്നത്. The factors that act as restraints to expansion include increased cost of production, scarcity of raw materials and low supply of skilled laborers. സ്കിൽഡ് ലേബേഴ്സിനെ ലഭിക്കാതെ വരിക, അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ള സമയത്ത് അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ അനുസരിച്ച് എന്ത് ചെയ്യാനാവുക, നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടേണ്ട സമയത്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഇൻക്രീസിങ് സംഭവിക്കും, അല്ലെങ്കിൽ ആവശ്യമായ സമയത്ത് ആ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ട് വരിക. സ്കേഴ്സിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് സംഭവിക്കുക, റോ മെറ്റീരിയൽസ് ഒന്നും ആവശ്യത്തിനും സമയത്തിനും കിട്ടാതെ വരിക. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ എക്സ്റ്റേണൽ ഡിസ്ഇക്കണോമീസ് ആണ് സംഭവിക്കുന്നത്. There are number of causes for diseconomies of scale. Diseconomies of scale സംഭവിക്കുന്നതിന് number of causes ഉണ്ട്. Some of the causes which lead to diseconomies of scale are as follows. Poor communication act as a major reason for diseconomies of scale. Poor communication ആണ് ഏറ്റവും ഡിസെക്കണോമീസിന്റെ ഏറ്റവും ഒരു സോഴ്സ് എന്ന് പറയുന്നത്. If production goals and objectives of an organization are not properly communicated to employee within the organization, it may lead to overproduction or production. This may lead to diseconomies of scale. അല്ലേ, കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ലെങ്കിൽ, എക്സ്പെഷ്യലി എംപ്ലോയീസിൻ്റെ ഇടയ്ക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ലെങ്കിൽ, അവരുടെ കമ്മ്യൂണിക്കേഷൻ ബാഡ് ആണ് എന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷന് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് ലഭ്യമല്ലാതെ വരികയും ഇതൊരു ഡിസെക്കണോമീസ് ഓഫ് സ്കെയിലിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. നെക്സ്റ്റ്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ. It leads to fall in productivity levels. In case of a large organization, workers may feel isolated and are less appreciated for their work. Thus, their motivation diminishes. Due to poor communication network, it is harder for employers to interact with employees and build a sense of belongingness. This leads to fall in the productivity levels of output owing to lack of motivation. This further leads to increase in cost of the organization. Employersine അവരുടെ സമയത്ത്, ലേബേഴ്സിന് അതിൻ്റേതായ സമയത്ത് അവരുടെ നല്ല വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അവരുടെ മോശം വർക്കിന് അതിൻ്റേതായിട്ടുള്ള പണിഷ്മെൻറ്റ് സമയാസമയത്ത് ലഭ്യമാവുകയും ചെയ്യണം. എംപ്ലോയീസും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഡിസ്ഇൻറ്ററാക്ഷൻ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ, അവരുടെ എംപ്ലോയീസിൻ്റെയും ഇടയിൽ ഇൻട്രാക്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത്തരത്തിലുള്ള പ്രൊഡക്ടിവിറ്റിയിലും കുറവ് സംഭവിക്കും. കാരണം വർക്കേഴ്സിന് അവരുടേതായിട്ടുള്ള സമയത്ത് അവരുടേതായിട്ടുള്ള ഇൻഫർമേഷൻ ലഭ്യമാവേണ്ടതുണ്ട്, അവരുടെ നല്ല വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്, അവരുടെ മോശം വർക്കിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്? പണിഷ് ചെയ്യേണ്ടതുണ്ട്. അവരുടെ നല്ല വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്താൽ അവർക്ക് വീണ്ടും അതൊരു മോട്ടിവേഷനായിട്ട് മാറുകയും ഒരു എൻകറേജ് ആയിട്ട് മാറുകയും അവർക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കുകയും ചെയ്യും. ഇനി മോശം വർക്കിനെ
പണിഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മോശം വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് തന്നെ മോശം വർക്കിനെ പണിഷ് ചെയ്താൽ വീണ്ടും അവരുടെ പ്രൊഡക്ടിവിറ്റിയിൽ ഇൻക്രീസിങ് സംഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും മോട്ടിവേഷണൽ ലാക്ക് വന്നാൽ അതും ഒരു ഡിസിക്കണോമിക്സിന്റെ സോഴ്സ് ആയിട്ട് മാറും. നെക്സ്റ്റ് വൺ ഈസ് ലോസ് ഓഫ് കൺട്രോൾ. ഇറ്റ് ആക്ട് ആസ് ദി മെയിൻ പ്രോബ്ലം ഓഫ് ലാർജ് ഓർഗനൈസേഷൻസ്. ലാർജ് ഓർഗനൈസേഷൻസിന്റെ മെയിൻ പ്രോബ്ലം ആയിട്ടാണ് ലോസ് ഓഫ് കൺട്രോൾ. Monitoring and controlling the work of every employee in a large organization become impossible and costly. It is harder to make out that all the employees of an organization are working towards the same goal. It becomes difficult for managers to supervise the subordinate in large organizations. അതായത് ലോസ് ഓഫ് കൺട്രോൾ, എല്ലാ എംപ്ലോയിന്റെ മേലെയും അവരുടെ വർക്ക് കൺട്രോൾ ചെയ്യുക, അവരെ മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യവും മാത്രമല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ഡിഫിക്കൽട്ടീസ് എല്ലാ ഓർഗനൈസേഷൻസും എസ്പെഷ്യലി ലാർജ് ഓർഗനൈസേഷൻസ് നേരിടുന്നുണ്ട്. കാരണം ലാർജ് ഓർഗനൈസേഷൻസിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാകും. ഈ എല്ലാ എംപ്ലോയീസിൻ്റെയും വർക്കിനെയും പ്രൊഡക്ടിവിറ്റിനെയും മോണിറ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ്, മാത്രമല്ല ഇമ്പോസിബിൾ ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വരുന്ന ഡിസ്ഇക്കണോമീസും ആര് നേരിടുന്നുണ്ട്? ലാർജ് ഓർഗനൈസേഷൻസ് മെയിനായിട്ടും നേരിടുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് cannibalization. It implies a situation when an organization faces competition from its own products. A small organization faces competition from products of other organization, whereas sometimes larger organizations find that their own products are competing with each other. അതായത് മാർക്കറ്റിൽ നേരിടുന്ന കോമ്പറ്റീഷൻ തന്നെയാണ്. നല്ല ഒരു ലാർജ് ഓർഗനൈസേഷൻ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് അവൈലബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഒരു പ്രൊഡക്റ്റും താരതമ്യേന കുറഞ്ഞ രീതിയിലുള്ള ടെക്നോളജീസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്റ്റും തമ്മിൽ കോമ്പീറ്റ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, കോമ്പറ്റീഷൻ വരുമ്പോൾ, മാർക്കറ്റിംഗ് ഭാഗത്ത് കോമ്പറ്റീഷൻ വരുമ്പോൾ, സെല്ലിങ്ങിൻ്റെ ഭാഗത്ത് പ്രൊഡക്ട്സിന് കോമ്പറ്റീഷൻ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിസിക്കണോമീസും ആ ഒരു ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ കാനിബലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് പ്രൊഡക്റ്റ് ലൈൻസ്? A product line shows the movement from one isocone to another as we change both factors or a single factor. ഒരു പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മളെ ഒരു എല്ലാ ഫാക്ടേഴ്സിനെയും ഒന്നെങ്കിൽ ഒരു സിംഗിൾ ഫാക്ടറിനെ, ലേബർ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫാക്ടറിനെയോ അല്ലെങ്കിൽ ലേബർ ക്യാപിറ്റൽ എന്ന് പറയുന്ന രണ്ട് ഫാക്ടേഴ്സിനെയും ചേഞ്ച് വരുത്തിയാൽ, ലേബറിലോ ക്യാപിറ്റലിലോ ചേഞ്ച് വരുത്താം, അല്ലെങ്കിൽ ലേബറിലും ക്യാപിറ്റലും കൂടെ ഒരുമിച്ച് ചേഞ്ച് വരുത്താം. അങ്ങനെ ചേഞ്ച് വരുത്തിയാൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? ഐസോകോണ്ട് മാറും, ഐസോകോണ്ടിൽ മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ ഒരു ഐസോകോണ്ടിൽ നിന്നും മറ്റൊരു ഐസോകോണ്ടിലേക്കുള്ള മൂവ്മെന്റിനെയാണ് പ്രൊഡക്റ്റ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ഐസോകോണ്ടിൽ നിന്നും മറ്റൊരു ഐസോകോണ്ടിലേക്കുള്ള മൂവ്മെന്റിനെയാണ് പ്രൊഡക്റ്റ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ദ പ്രൊഡക്റ്റ് ലൈൻ ഡിസ്ക്രൈബ്സ് ദ ടെക്നിക്കൽ പോസിബിൾ ഓൾട്ടർനേറ്റീവ് പാർട്സ് ഓഫ് എക്സ്പാൻഡിങ് ഔട്ട്പുട്ട്. എക്സ്പാൻഡിങ് ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതിനുള്ള ഓൾട്ടർനേറ്റീവ് പാർട്സ്, ഓൾട്ടർനേറ്റീവ് വേസ് ആണ് എന്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? പ്രൊഡക്റ്റ് ലൈന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യാൻ എന്തെല്ലാം ഓൾട്ടർനേറ്റീവ് വേസ് ഉണ്ട്, എന്തെല്ലാം ഓൾട്ടർനേറ്റീവ് ചോയ്സസ് ഉണ്ട്. ഈ പോസിബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ചോയ്സസിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്, ഷോ ചെയ്യാണ് പ്രൊഡക്റ്റ് ലൈന് ചെയ്യുന്നത്. വാട്ട് പാത്ത് വിൽ ആക്ച്വലി ബി ചൂസൺ ബൈ ദി ഫേം വിൽ ഡിപ്പെൻഡ് ഓൺ ദി പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ്. ഏത് പാത്താണ് ചൂസ് ചെയ്യേണ്ടത്, ഏതൊരു വേ ആണ് ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ആ ഒരു ഫാക്ടേഴ്സിന്റെ പ്രൈസസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ദി K/L റേഷ്യോ ഡിമിനിഷസ് അലോങ് ദി പ്രോഡക്റ്റ് ലൈൻ. ഓരോ പ്രൊഡക്റ്റ് ലൈനിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? K/L റേഷ്യോ ഡിമിനിഷ് ചെയ്യുന്നുണ്ട്. ദ ബിലോ ഫിഗർ ഷോസ് ദി പ്രൊഡക്റ്റ് ലൈൻ വെൻ K is given. ഇത് കെ എന്ന് പറയുന്ന നമ്മുടെ ക്യാപിറ്റൽ ഫാക്ടർ, ക്യാപിറ്റൽ ഇൻപുട്ടിനെ ഇവിടെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ലേബർ എന്ന് പറയുന്ന ഫാക്ടറിൽ, ലേബർ എന്ന് പറയുന്ന ഇൻപുട്ടിൽ ചേഞ്ചസ് വരുത്തി. ആ സമയത്ത് എന്ത് ചെയ്യും? ലേബർ ഇവിടെ ഫസ്റ്റ് സ്റ്റേജിൽ കെ ബാറും എല്ലും കൂടെ ആയപ്പോൾ ഈ ഫസ്റ്റ് ഐസോകോണ്ടായിരുന്നു. പിന്നീട് എല്ലിൽ മാറ്റം വരുത്തി, കേനെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തിയ സമയത്ത്, എല്ലിന്റെ അളവ് കൂട്ടിയ സമയത്ത് ഐസോകോണ്ട് ചേഞ്ച് ചെയ്തു, വീണ്ടും ഐസോകോണ്ട് ചേഞ്ച് ചെയ്തു.
ഇങ്ങനെ ഈ മൂവ്മെന്റിനെ എല്ലാം കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് ലൈൻ കിട്ടും. ഇതാണ് ഈ ഒരു ലൈന് കാണിക്കുന്നത്. ഒരു ഐസോകോണിന്റെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്കുള്ള മൂവ്മെന്റിനെയാണ് എന്ത് കാണിക്കുന്നത്? പ്രൊഡക്റ്റ് ലൈന് കാണിക്കുന്നത്. If only one factor is variable, that means the other being constant, product lines is a straight line parallel to the x-axis of the variable factor. അതായത് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തിയാൽ ലേബർ എന്ന് പറയുന്ന മറ്റ് ഇൻപുട്ടിനെ വാരി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ലൈനിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സിസിന് സ്ട്രേറ്റ് ലൈൻ ആയിട്ട് ഹൊറിസോണ്ടൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും പ്രൊഡക്റ്റ് ലൈനിന് ഉണ്ടായിരിക്കുക. ഇനിയിപ്പോൾ ലേബർ ആണ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തുന്നത്, ക്യാപിറ്റലിലാണ് ചേഞ്ച് വരുത്തുന്നതെങ്കിൽ ഈ വൈ ആക്സിസിന് പാരലൽ ആയിട്ട് വൈ ആക്സിസിന് സമാനമായിട്ടുള്ള ഒരു വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും പ്രൊഡക്റ്റ് ലൈന്. അതുകൊണ്ട് ഒരു ഫാക്ടറിൽ മാത്രമാണ് ചേഞ്ച് വരുത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും പ്രൊഡക്റ്റ് ലൈനിന്റെ ഷേപ്പ് വരുന്നത്. പ്രൊഡക്റ്റ് ലൈൻ ഓഫ് ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ കേസിൽ എന്താണ് പ്രൊഡക്റ്റ് ലൈൻ വരുന്നതെന്ന് നോക്കാം. ദി പ്രൊഡക്റ്റ് കർവ് പാസസ് ത്രൂ ദി ഒറിജിൻ ഇഫ് ഓൾ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ആണെങ്കിൽ പ്രൊഡക്റ്റ് ലൈൻ എന്ത് ചെയ്യും? ഒറിജിനിലൂടെ കടന്നു പോകുന്ന സ്ട്രൈറ്റ് ലൈൻ ആയിട്ടായിരിക്കും പോകുന്നത്. ഇതാണ് ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ലൈന് കാണിക്കുന്നത്. ഇനി ഇതിലൂടെ പോവാം അങ്ങനെ ഒറിജിനിലൂടെ ആയിരിക്കും എന്ത് കടന്നു പോകുന്നത്? പ്രൊഡക്റ്റ് ലൈന് കടന്നു പോകുന്നത്. ഈ പ്രൊഡക്റ്റ് ലൈനിന്റെ ഷേപ്പ് എന്തായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും അല്ലെ? ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഷേപ്പ് ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ കേസിൽ പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഒറിജിനിലൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഇനി പ്രൊഡക്റ്റ് ലൈൻ ഓഫ് നോൺ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ഫംഗ്ഷനോ, പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ അത് മീൻസ് ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും പ്രൊപ്പോർഷന് ഡിഫറെന്റ് ആയിരിക്കും. ലേബറിനെയും ക്യാപിറ്റലിനെയും ഒരുപോലെ അല്ല ചേഞ്ച് വരുത്തുന്നത്. ആ സമയത്ത് എന്തായിരിക്കും? ഇതുപോലെ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞൊക്കെ ആയിരിക്കും പ്രൊഡക്റ്റ് ലൈന് പോകുന്നത്. ഒരു സ്ട്രൈറ്റ് ലൈന് പ്രൊഡക്റ്റ് ലൈനിൽ കാണാൻ കഴിയില്ല. Thank you for watching.